and the third plenary session titled on Transnationalism Before Globalization, Muslim Mobility and Cross-Regional Networks. Chairing the session, Dr. Zainuddin PT, Associate Professor, Department of Arabic, University of Calicut, and also our chief guest, Dr. Rafiq Ali Hudavi, the Registrar of Darul Huda Islamic University. We have very privileged all these chief guests on this stage. So firstly, I invite Dr. Salahuddin Hudavi for the presentation on his topic. Assalamu alaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. നിങ്ങൾ കുറേ സമയമായിട്ട് you are connecting hijra with migration, right? So now I was asked to talk about hijra and its spiritual aspects and how the religious scholars or the religious people, they are looking to hijra. So I am asked to speak in Malayalam, sorry. Okay. അപ്പോൾ പിന്നെ ഹിജറയിൽ നമ്മൾ വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ സാധാരണഗതിയിൽ ഹിസ്റ്റോറിയൻസ് ആദ്യത്തെ 3 വർഷം സിരിയായ പ്രബോധനം അങ്ങനെ വേർതിരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ സന റാബിയ 4-ാമത്തെ വർഷത്തിൻ്റെ തുടക്കം മുതൽ 10-ാമത്തെ വർഷത്തിൻ്റെ അവസാനം വരെ, ഹിജറയുടെ അല്ല ഞാൻ പറയുന്നത്, നുബുവത്തിൻ്റെ കേട്ടോ, നുബുവത്തിൻ്റെ 4-ാം വർഷത്തിൻ്റെ തുടക്കം മുതൽ 10-ാം വർഷത്തിൻ്റെ അവസാനം വരെ അത് മക്കയിലുള്ള പരസ്യമായ പ്രബോധനം. ഇനി 10-ാം വർഷം കഴിഞ്ഞിട്ട് അവാഹിറുസന അൽ ആഷിറ എന്ന് പറയാറ്, അതായത് 10-ാം വർഷത്തിൻ്റെ അവസാനം മുതൽ തുടങ്ങുന്ന പിന്നീട് അങ്ങോട്ട് അവസാനം വരെ, നിബിധങ്ങളുടെ അവസാനം വരെയുള്ള കാലഘട്ടം, ഇതാണ് നമ്മൾ മക്കയുടെ പുറത്തേക്കുള്ള ദഅവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഹിജ്റ നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് നുബുവത്തിൻ്റെ 14-ാം വർഷമാണ് ഹിജ്റ സംഭവിക്കുന്നത്. സഫർ മാസത്തിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഹിജ്റയുടെ 10-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ മക്കയുടെ പുറത്തേക്കുള്ള പ്രബോധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നബി തങ്ങൾ തോയിഫിലേക്ക് പോകുന്നത്. അത് മക്കയുടെ പുറത്താണ്. മക്കയുടെ പുറത്തേക്കുള്ള ഒരു അറ്റംപ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് ആദ്യമായിട്ട് തോയിഫിലേക്കാണ്. അപ്പോൾ ഈ 10-ാം വർഷം എന്ന് പറയുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽപ്പെട്ട ഒന്നാണ് തോയിഫിലേക്ക് പോയി തോയിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദിവസം താമസിക്കുന്നുണ്ട്, 10 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതൊരു ക്വിക്ക് വിസിറ്റ് ആയിരുന്നില്ല എന്നർത്ഥം. പക്ഷേ അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്ന്, അതേപോലെ 10-ാം വർഷത്തിലാണ് പലമായ അഭിപ്രായപ്രകാരം അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിൻ്റെ ഒരു വായനയിൽ എന്ത് വരാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വേണമെങ്കിൽ മക്കയിൽ നിന്ന് നേരെ മിഅ്റാജ് ചെയ്യിപ്പിക്കാം. പക്ഷെ അതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാമിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിൻ്റെ ഒരു സൂചന, അതിൽ ഈ പറഞ്ഞ പോലെ ഇനി നമ്മളൊരു മക്കയിൽ ഒതുങ്ങേണ്ടതല്ല, ഈ മക്കയും അതിന് പുറത്തുള്ള പ്രദേശങ്ങളും നബിതങ്ങളുടെ അണ്ടറിൽ വരേണ്ടതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പിന്നെ സന്ദേശം വ്യാപിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സൂചന അതിലുണ്ട് എന്ന് ഹിസ്റ്റോറിയൻസൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സൂചന അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇസ്രായിലെ നമുക്ക് കാണുന്നുണ്ട്. കാരണം നബി തങ്ങൾ ഫസ്റ്റ് പരിശുദ്ധ ഖുർആനിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദി
അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഖുർആൻ ചാടുന്നത് എങ്ങോട്ടാണ്? വആതൈനാ മൂസൽ കിതാബ വജഅൽനാ ഹുദൽ ലിബനി ഇസ്രായീല അല്ലാ തത്തഖിദൂ മിൻ ദൂനി വകീല. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ബനു ഇസ്രായേൽ സമൂഹം ചെയ്തിട്ടുള്ള തെറ്റായ നടപടികളും ആ നടപടികൾ ചെയ്യുന്ന ആളുകളെ ഞാൻ തുടച്ചു നീക്കുമെന്നും ഉള്ള ഒരു പ്രസ്താവനയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നേരെ നീങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയാറുള്ളത്, ഈ ഹിജറ എന്നുള്ളത് സത്യത്തിൽ, അതായത് ഇസ്രാ എന്നുള്ളത്, ഹിജറ തുടങ്ങിയിട്ടില്ല, ഇസ്രാ എന്നുള്ളത് സത്യത്തിൽ മക്കയുടെ പുറത്തുള്ള ഇസ്ലാമിന്റെ സാധ്യതകളെ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനത്തെ സൂചിപ്പിച്ചുകൊണ്ട് കൂടിയിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നൊരു വിശദീകരണം വരെ നടത്താറുണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞു പോവാണ്, ബാക്കി റഫീഖുൽ ഉസ്താദും ഈ സെഷനിൽ സംസാരിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ രണ്ടുപേരും ഇൻട്രാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സമയം ലേറ്റ് ആയതുകൊണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ബലമായ പ്രകാരം 10-ാം വർഷത്തിലാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് 11-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തത്? ഈ പുറത്ത് നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തും. നിങ്ങൾ മറ്റു സെഷനിൽ ഇത് ചർച്ച ചെയ്തോ എനിക്കറിയില്ല, ഏതായാലും ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ മക്കയിലേക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പല സംഗതിക്ക് വരുന്നുണ്ട്. പ്രധാനമായിട്ട് മൗസിമുൽ ഹജ്ജിൽ വരുന്നുണ്ട്. മൗസിമുൽ ഹജ്ജിൽ മാത്രമല്ല, മൗസിമുൽ ഉക്കാവിൽ വരുന്നുണ്ട്. അങ്ങനത്തെ മറ്റു ഒക്കേഷൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു നിന്ന് ആളുകൾ മക്കയിലേക്ക് വരുന്നുണ്ട്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അവരെ അടുത്ത് ചെന്ന് അവരോട് ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ മിഷനെ മക്കയിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതിന് പകരം പുറത്തോട്ട്, മക്കയുടെ പുറത്തോട്ടുള്ള സാധ്യതകളെ നബി തങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയെന്നർത്ഥം. അങ്ങനെയാണ് 11-ാമത്തെ വർഷം, ചുരുക്കി പറഞ്ഞാൽ പഠിച്ചതാണ്, ഞങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. 11-ാമത്തെ വർഷം ഹജ്ജിന് വന്നിരുന്ന ആളുകളെ, മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒരു കൂട്ടം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുകയും മിനയിൽ വെച്ച് വളരെ രഹസ്യമായി, നബി തങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഹജ്ജിന് വരുമ്പോൾ മിനയിൽ ഇങ്ങനെ ആളുകൾ തമ്പടിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഒറ്റയും തെറ്റിയൊക്കെ ആയിട്ട് തമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രബോധനം നടത്തുക. അങ്ങനെ പ്രബോധനം നടത്തിയ കൂട്ടത്തിലാണ് 6 ആളുകൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. ഇതാണ് സത്യത്തിൽ ഹിജറയുടെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ച സംഗതിയാണ്. അതിൽ നമുക്ക് വളരെ പരിചിതനായ ഒരാളുണ്ട്, അത് ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അടക്കമുള്ള 6 ആളുകളാണ് അതിലുണ്ടായിരുന്നത്. ഇത് സംഭവിക്കുന്നത് ഹിജറ നുബുവത്തിന്റെ 11-ാമത്തെ വർഷം. പിന്നത് കഴിഞ്ഞ് നുബുവത്തിന്റെ 12-ാമത്തെ വർഷം ഇവരെന്ത് ചെയ്യാണ്? ഈ 6 പേരിൽ ജാബിർ ഇബ്നു അബ്ദില്ല അല്ലാത്ത റളിയല്ലാഹു അൻഹുമ, അവരല്ലാത്ത പിന്നെ 5 ആളുകളും പിന്നെ ബാക്കി അന്നുണ്ടായിരുന്നത് 12 പേരാണ്. ബാക്കി കുറച്ച് ആളുകളും കൂടിയിട്ട് 12 പേരെന്ത് ചെയ്യാണ്? ഹജ്ജിന് വരികയാണ്. ആ ഹജ്ജിന് വരുന്ന സമയത്ത് അതിൽ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്. കാരണം അദ്ദേഹമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പിന്നെ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ നമുക്ക് ബുഖാരിയിൽ കാണാൻ പറ്റും. അങ്ങനെ 12 പേർ വന്നു. അവരാണ് ബൈഅത്തുൽ അഖബൽ ഊല, അതിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് സെറ്റിംഗ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബൈഅത്തുൽ അഖബ അൽ ഊല. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു അംബാസഡർ, ആദ്യമായിട്ട് ഇസ്ലാമിക ലോകത്ത് ഒരു അംബാസഡറെ പറഞ്ഞയക്കുക മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക്. തൻ്റെ ദൂതനായി തൻ്റെ ഒരു അംബാസഡറായിട്ട് ഒരാളെ പറഞ്ഞയക്കാൻ നബി തങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നത്? മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന അഖബത്തുൽ ഊലയിൽ നബി തങ്ങളോട് കരാർ ചെയ്തിട്ടുള്ള, നബി തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് കരാർ ചെയ്തിട്ടുള്ള മുസ്ലിമായിട്ടുള്ള 12 പേരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഹിജറയിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭാവന വളരെ വലുതാണ്. വളരെ വലുതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് വളരെ സൗമ്യനായ,
വളരെ ഭംഗിയുള്ള, ആ വ്യക്തിത്വം തന്നെ കണ്ടാൽ ആരും ആകർഷിക്കുന്ന, എന്നാൽ വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവിടെ ചെന്നിട്ട് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്യുന്നത്, മഹാനവറുകളെ ഹോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്റ്റ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരുമാണ് പിന്നീട് ഓരോ കുടുംബങ്ങളിലും ചെന്ന് ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തുന്നത്. ആ ദഅവത്ത് നടത്തുന്ന സമയത്ത് അതിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുടെ പേര് അവിടെ വരുന്നുണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ മഹാനവറുകൾ കേൾക്കൽ ഒരു കഥയിലാണ്. ഇവിടെ അദ്ദേഹം ഖുർആൻ ഓതിയപ്പോൾ മലായിക്കത്ത് ഇറങ്ങി വന്നൊരു സംഭവം. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ രാവിലെ വരെ ഓതാണെങ്കിൽ ആളുകൾക്കൊക്കെ ഇത് കാണാമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഉസൈദ് ബിൻ ഹുദൈർ ഇസ്ലാമിലേക്ക് വരുന്നത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ട് മലായിക്കത്ത് ഇറങ്ങി വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് ആദ്യമായി ദീന് പഠിപ്പിച്ചു കൊടുത്തത് അത് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആക്രോശിച്ചുകൊണ്ട് മുസ്അബ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വന്നതാണ്. നിങ്ങളിത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ ദീന് ഞങ്ങളെ മാറ്റാൻ പാടില്ലാണ്. അപ്പോഴാണ് അദ്ദേഹം ഞങ്ങൾ ഇരിക്കുക ശാന്തമാക്കി അവരിരുത്തി അവരോട് ഇങ്ങനെ വളരെ സൗമ്യനായതൊക്കെ പറഞ്ഞു കൊടുത്ത് ഖുർആൻ ഓതി കൊടുത്ത് ഒരല്പസമയത്തിനും അദ്ദേഹം മുസ്ലിം ആവാൻ തയ്യാറായി. കുളിച്ചു വരാൻ വേണ്ടി പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നേരെ തൻ്റെ പിന്നെ ഗോത്രത്തിലേക്ക് പോയി ദഅവത്ത് ചെയ്തു. എല്ലാവരും മുസ്ലിമായി എന്നാണ്. ഒരൊറ്റ ആൾ ഒഴികെയാണ്, ഉസൈരിം എന്ന് പറയുന്ന ഒരു സ്വഹാബി. അദ്ദേഹം അന്ന് മുസ്ലിമായില്ല. അദ്ദേഹത്തെ പിന്നെ ഞങ്ങൾ പഠിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം മുസ്ലിമായി, നേരെ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തു, അവിടെ വെച്ച് ഷഹീദായി, ഒന്നും നിസ്കരിച്ചിട്ട് പോലുമില്ല, നേരെ സ്വർഗത്ത് പോയി. ആ ഉസൈരിം അദ്ദേഹം ആ ഒരു അള്ളാഹുവിൻ്റെ നിയോഗത്തിന് വേണ്ടി അദ്ദേഹം ഉഹുദ് യുദ്ധം വരെ കാത്തുന്നു. അദ്ദേഹം അല്ലാത്ത എല്ലാവരും മുസ്ലിമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു, മദീനയിൽ ഉണ്ടായിരുന്ന ഒരു വളക്കൂറുള്ള ഇസ്ലാമിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ളതാണ്. അങ്ങനെ അവിടെയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. രണ്ടാളും ഉസൈദ് ബിൻ ഹുദൈറും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഒരേ സമയത്താണ് ഇസ്ലാമിലേക്ക് വരുന്നത്. രണ്ടും ഗോത്രത്തിൻ്റെ നേതാക്കന്മാരാണ്. എന്ന് പറഞ്ഞാൽ അവരാ ഗോത്രത്തിൽ പോയി പറഞ്ഞാൽ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത വർഷം ഇതൊക്കെ നടക്കുന്നത് പിന്നെ ബൈഅത്തുൽ അഖബൽ ഊല നടന്നത് ഹിജ്റ 12-ലാണ്. ഇനി ഹിജ്റ 13-ന്റെ ഹജ്ജ് ആവുന്നതിൻ്റെ മുമ്പ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വളരെ ഗ്ലാഡ് ടൈഡിങ്സ് ആയിട്ട്, നബിയെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് എന്നുള്ള ഒരു വാർത്ത നബി തങ്ങൾക്ക് കൊടുക്കാൻ നബി തങ്ങൾ വളരെ സന്തോഷവാനായി. അങ്ങനെ ആ വർഷമാണ് ബൈഅത്തുൽ അഖബ സാനിയ നടക്കുന്നത്. അതിൽ 75 ആളുകൾ 70 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈഅത്തുൽ അഖബ സാനിയയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹമാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ ചുരുക്കി പറഞ്ഞു പോവാം, 2 സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 2 സ്ത്രീകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് നുസൈബ ബിൻത് കഅബ്, ഉമ്മു ഉമാറ എന്ന് വിളിക്കപ്പെടുന്ന നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു തആല അൻഹ അതിൽ പങ്കെടുത്ത ആളാണ്. ഈ നുസൈബ എന്നുള്ള പേര് നമ്മുടെ ഇടയിൽ ഫേമസ് ആയിരിക്കും. ഈ നുസൈബ എന്ന് പറയുന്ന പേര് പിന്നെ ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് ബൈഅത്തുൽ അഖബ അസാനിയയിലാണ്, അല്ലെങ്കിൽ പിന്നെ ദ ഗ്രേറ്റ് അഖബ എന്ന് വിളിക്കുന്ന അഖബയിലാണ്. 2 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നുസൈബ റളിയല്ലാഹു അൻഹ. പിന്നെ നുസൈബ ബീവി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കാന്ന് പറഞ്ഞാൽ പങ്കെടുക്കാൻ വേണ്ടി പോയതല്ല. അവർ രോഗികളെ ശുശ്രൂഷിക്കുക, ഇവർക്ക് ഖിദ്മത്തുകൾ ചെയ്യാനുള്ളവർക്ക് പോയതാണ്. പക്ഷെ ഉഹുദ് യുദ്ധം പിടുത്തം വിട്ടുപോയി. ആ സമയത്ത് തൻ്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും കൂടെ യുദ്ധക്കളത്തിലേക്ക് ചാടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണതിലേക്ക് നുസൈബ ബീവി മുന്നിലുണ്ട്. അപ്പോൾ ഒരു ധീര വനിതയായിട്ടും പിന്നെ അതേപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു നഴ്സിംഗ് പിന്നെ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട ആളായിട്ടും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളായിട്ടൊക്കെയാണ് മഹതിയായ നുസൈബ ബീവി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ പേര് ഇസ്ലാം ലോകത്ത് നുസൈബ എന്നുള്ള പേര് ഫേമസ് ആവാനുണ്ടായ കാരണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അവിടെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു വലിയ ഒരു ഉടമ്പടി അവരുമായിട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ഉടമ്പടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായിട്ട് ചെയ്യുകയും, ഇതിന് പകരം ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക, വിശാലമായ സ്വർഗമാണ് നിങ്ങൾക്കതിന് പകരമായി ലഭിക്കുക എന്ന് നബി തങ്ങൾ മറുപടി പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതൊക്കെ രാത്രിയാണ് നടക്കുന്നത്. മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, രാത്രി ആളുകളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുക, നബി തങ്ങളെ മീറ്റ് ചെയ്യുക. ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട്.
പിന്നെ മസ്ജിദുൽ അഖബ എന്നാണ് തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അവിടെ ചെറിയ പള്ളിയുണ്ട്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബൈഅത്ത് നടക്കുന്നത്. അപ്പോൾ രാത്രി വരെ ഉറങ്ങിയിട്ടേ നടക്കുള്ളൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തും. ഇവർ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടാകും. മഹാനായ പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അബ്ബാസ് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ കേട്ടു, ഇനി നബി തങ്ങൾ സംസാരിക്കട്ടെ. നബി തങ്ങൾ സംസാരിച്ചു. അവർ ബൈഅത്ത് ചെയ്തു. അങ്ങനെ അവർ ഇവരെ കൊണ്ടുവരുന്നതിന് മുമ്പ് നേരെ ടെൻറ്റിലേക്ക് പോയി. അപ്പം ഞാൻ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വായിച്ചെടുക്കേണ്ട സംഗതിയാണ്. അതൊരു ഒരു 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 പെട്ടെന്നുള്ളൊരു മൈഗ്രേഷൻ ആയിരുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ജേണി അല്ല. അതിനുവേണ്ടിയുള്ള ഒരുപാട് ഗ്രൗണ്ട് വർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പിന്നെ രാത്രി പക്ഷേ എന്ത് ചെയ്യാണ്, ഈ വാർത്ത കുറേശികൾ അറിയാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ അവർ ഒരു അന്വേഷണമൊക്കെ നടത്തുകയാണ്. അപ്പോൾ പിന്നെ പക്ഷേ ബാക്കിയുള്ള മദീനയിൽ നിന്ന് വന്നിട്ടുള്ള 70 ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ വരുന്നത് മദീനയിൽ നിന്നുള്ള ബാക്കിയുള്ള ആളുകളുടെ കൂടെയാണ്, അതായത് കുഫാറുകളുടെ കൂടെയുള്ള അവർ വരിക, ഹജ്ജിന് വരിക. അപ്പോൾ അവർ പറഞ്ഞില്ല, അങ്ങനെ സംഭവം ഒന്നും നടന്നിട്ടില്ല, ഞങ്ങളാരും അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് സോൾവ് ചെയ്യാണ്. എല്ലാവരും മടങ്ങിപ്പോയി, 70 ആളുകളും മടങ്ങിപ്പോയി. പക്ഷേ ഒരാൾ അതിൽ പിടിക്കപ്പെടുന്നുണ്ട്. അത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ പിടിച്ചു വരും. എന്നിട്ട് പിടിച്ചിട്ട് നന്നായി മർദ്ദിച്ചു. അപ്പോൾ അവർക്ക് ലാസ്റ്റ് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്, മദീനയിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ എന്താ പ്രശ്നം, ഒരു മക്കത്ത് നിന്ന് ഈ ശല്യം ഒഴിവാക്കിയിട്ടില്ല, മദീനത്ത് പോയ പോലെ. മദീന എന്നുള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റാണ്. എന്നുവെച്ചാൽ ഇവരുടെ ട്രേഡ് റൂട്ടാണ് മദീന. ഷാമിലേക്ക് പോകുന്നത് മദീന വഴിയാണ്. പിന്നെ മാത്രമല്ല, മദീനയിൽ പോയാൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മദീനയിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് മനം മടുത്ത് നിൽക്കുന്ന ഔസ് ഖസ്റജ് ഗോത്രമാണ്. ഈ 2 ഗോത്രവും മുസ്അബ് ബിൻ ഉമൈറിന്റെ ദഅവത്തിൽ ആകൃഷ്ടരാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും യുദ്ധത്തിൽ പേര് കേട്ട ആളുകളാണ്. അതായത് മദീനയിലെ ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ നന്നായിട്ട് തമ്മിലടിപ്പിക്കുക. അവിടെ ജൂതന്മാരാണുള്ളത്, അവരെപ്പോഴും ഇവരെ യുദ്ധത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കും, പരസ്പരം പോരടിക്കും. അവരാണെങ്കിലോ ബിസിനസ് മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും ചെയ്യും. എക്കണോമിക് അവരാണ് നിയന്ത്രിക്കുക, നന്നായി കൃഷി ചെയ്യും. അപ്പോൾ ഇവരാണെങ്കിലോ ഇങ്ങനെ പരസ്പരം പോരടിച്ച് കഴിയും. ഇവർക്ക് പണം കടം കൊടുത്തിട്ട് പലിശക്ക് കടം കൊടുക്കുന്ന പരിപാടിയാണ് ജൂതന്മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു പ്രത്യേക മാറ്റം കൊണ്ടുവരികയാണ്. അതായത് ഇവരെ ഒരുമിപ്പിച്ചിട്ട് ജൂതന്മാരെ എന്ത് ചെയ്യാണ്, ജൂതന്മാരുടെ ഇതുവരെയുള്ള ആ ഒരു പിന്നെ സ്ട്രാറ്റജി ആകെ പൊളിച്ചെഴുതുന്നൊരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ ഔസും ഖസ്റജും ഒത്തുകഴിഞ്ഞാൽ, നബി തങ്ങളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് യുദ്ധം അറിയുന്നവരാണ്, യുദ്ധത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും അറിയുന്നവരാണ്. ഇത് ഞങ്ങൾക്ക് തങ്ങളുടെ പിന്നെ നിലനിൽപ്പിനും അതേപോലെ എക്കണോമിക്കും ഭീഷണിയാകുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പിന്നെന്ത് ചെയ്യുന്നത്, പിന്നെ ദാറുൻ നദ്വ എന്ന് പറയുന്ന നമ്മുടെ ഖുറൈശികളുടെ അസംബ്ലി രൂപപ്പെടുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞു, ദുൽഹിജ്ജയിലാണല്ലോ ഹജ്ജ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങി. പിന്നെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇത് കഴിഞ്ഞ് നബി തങ്ങൾ പിന്നെ എന്താ പറയുക, 2ാമത്തെ അഖബ നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മൈഗ്രേറ്റ് ചെയ്ത ഒരാളുണ്ട്. ആരാണ് അത്? അബൂ സലമ റളിയല്ലാഹു അൻഹും ഉമ്മു സലമ ബീവിയും അവരുടെ മക്കളുമാണ്. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഹബ്ഷയിലേക്ക് ഹിജ്റ പോയ ആളുകളായിരുന്നു. ഹബ്ഷയിൽ ഒരു വാർത്ത പറയുന്നത്, ഒരു വാർത്ത പറയുന്നത് മക്കയിലെ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ അവിടെ പ്രശ്നമില്ല. അത് കേട്ടപ്പോൾ ചില ആളുകൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. ഹബ്ഷയിൽ പോയ ആളുകൾ 2 വിഭാഗം ആളുകളാണുള്ളത്. കുറച്ച് ആളുകൾ മക്കയിലേക്ക് തിരിച്ചു വന്നു, കുറച്ച് ആൾ തിരിച്ചു വന്നില്ല, അവർ അവിടെ തന്നെ നിന്നു. പിന്നെ അവർ മദീനയിലേക്കാണ് തിരിച്ചു വരുന്നത്. എന്നാൽ ആ മക്കയിലേക്ക് തിരിച്ചു വന്ന കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഉമ്മു സലമ ബീവിയുടെ ഭർത്താവാണ്. ഉമ്മു സലമ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത്, വിവാഹം കഴിക്കുന്നത് അബൂ സലമ റളിയല്ലാഹു വഫാത്തിന് ശേഷമാണ്. അത് ഉഹുദ് യുദ്ധത്തിന്റെ ശേഷമാണ്. ആ കല്യാണം കഴിക്കാൻ തന്നെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഉമ്മു സലമ ബീവി ഈ ഹിജ്റയിൽ സഹിച്ചിട്ടുള്ള ത്യാഗമാണ്. ആ ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഇവർ 2 പേരും കൂടി പിന്നെ കുട്ടിയെ എടുത്തിട്ട് ഹിജ്റ പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ അബൂ സലമയോട് ഉമ്മു സലമയുടെ ഗോത്രക്കാർ പറഞ്ഞത്, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, നിങ്ങൾ പിന്നെ നിങ്ങളെ ഗോത്രമല്ലേ. ഉമ്മു സലമ ബീവിൻ്റെ ഗോത്രക്കാർ ഇവരെ നിങ്ങൾ വിടൂല, ഇത് ഞങ്ങളെ ഗോത്രത്തിലെ കുട്ടിയാണ്, ഇവരെ വിടൂലാണ്. ഇവരെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അബൂ സലമൻ്റെ ഗോത്രക്കാരെന്ത് പറഞ്ഞു, കുട്ടി ഞങ്ങളെ ഗോത്രത്തിൽപ്പെട്ടതല്ലേ, അവൻ നമുക്ക് വിടാൻ പറ്റില്ല പറഞ്ഞിട്ട് അവർ
കുട്ടിയെ വലിച്ചിട്ട് കുട്ടിയുടെ കൈ ഈ പിന്നെ കെണുപ്പെന്ന് വേറിട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ സത്യത്തിൽ എന്തായി, അബൂ സലമ അങ്ങോട്ട് പോയി റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ബീവി ഇവിടെ മക്കയിൽ തന്നെ പെട്ടു ഒറ്റക്ക്, അവരെ ഗോത്രത്തിൽ ഒറ്റക്കെന്ന്. പിന്നെ അവരെ പീഡിപ്പിക്കും, ഒറ്റക്കിടും. പിന്നെന്താ പറയാ, അവര് കണ്ണീര് കുടിച്ചു, ഒരു കൊല്ലം കണ്ണീര് കുടിച്ചു നിന്നു. മകനാണെങ്കിൽ വേർപെട്ടു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സഹതാപം തോന്നിയിട്ട് അവരെ പറഞ്ഞേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ത്യാഗം സഹിച്ച് ഉമ്മു സലമ ബീവി മദീനത്തെത്തിയപ്പോൾ ഉമ്മു സലമ ബീവിക്ക് അവിടെ വേറെ കുടുംബക്കാരോ കൂട്ടക്കാരോ ഒന്നുമില്ല. അപ്പോഴാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് ആരാരും ഇല്ലാതിരിക്കുന്ന ഉമ്മു സലമ ബീവിയെ, അവരുടെ മക്കളുണ്ട്, ആ മക്കളെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, അവരെ തൻ്റെ വീട്ടിലേക്ക് ഒരു ഭാര്യയായിട്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ദുൽഹിജ്ജ കഴിഞ്ഞു, അഖബ സാനിയ കഴിഞ്ഞു, ദുൽഹിജ്ജ കഴിഞ്ഞ ആളുകൾക്ക് മടങ്ങിപ്പോയി. വിത്തിൻ 2 months എന്നാണ് പറയുന്നത്, 2 മാസത്തിനുള്ളിൽ മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ ഉദ്ദേശിച്ച എല്ലാ ആളുകളും പോയി. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകാൻ സാധിക്കാത്ത വിത്തിൻ 2 months എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഹിജ്റ നടക്കുകയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ ആളുകളുടെ ഈ ശക്തമായൊരു പോക്ക് ഉണ്ടായ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നദ്വ കൗൺസിൽ നമ്മൾ പറയുന്ന ദാറുൻ നദ്വ, അതിലവർ ഒരുമിച്ച് കൂടുന്നത്. അത് 26 സഫർ, നുബുവത്തിൻ്റെ 14-ാം വർഷം, അതായത് നുബുവത്തിൻ്റെ 14-ാം വർഷം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് റബീഉൽ അവ്വലിലാണല്ലോ അവിടെ എത്തുന്നത്. അപ്പം അതിൻ്റെ 26 സഫറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ദാറുൻ നദ്വ സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദാറുൻ നദ്വയിൽ ഉണ്ടായ ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളയുക എന്നുള്ളത്. ആ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവരെ കണ്ണുവെട്ടിച്ച് പോയി. അത് സംഭവിക്കുന്നത് 27 സഫർ, അതിലാണ് രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. ഇതിന് മുമ്പുള്ളൊരു സംഭവമാണ് ആയിഷ ബീവി ബുഖാരിയിലെ ഒരു വളരെ പ്രസിദ്ധമായ ഹദീസിലൂടെ പറയുന്നത്. ഇതിന് മുമ്പൊരു ദിവസം എന്തായി, നബി തങ്ങൾ ഒരു ഉച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. സാധാരണഗതി നബി തങ്ങൾ ഉച്ച സമയത്ത് വീട്ടിലേക്ക് കയറി വരാറില്ല, അതുകൊണ്ടാണ് ഉച്ച സമയത്ത് കയറി വന്നത്. കാരണം നട്ടുച്ച സമയമാണ്, വളരെ ചൂടുള്ള സമയമാണ്. നബി തങ്ങൾ മുക്കന്ന ഉറസായിട്ടാണ് വന്നതെന്നാണ്, തലക്ക് മൂടി കെട്ടിയിട്ട് നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. അബൂബക്കർ റളിയല്ലാഹുവിനോട് അസാധാരണഗതിയിൽ സംസാരിച്ചു. അബൂബക്കർ ആരൊക്കെ വീട്ടിലുള്ളതെന്ന് ചോദിച്ചു. എല്ലാവരും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞു, ഇതിൻ്റെ ഭാര്യയും നിങ്ങളുടെ പിന്നെ എന്താ പറയുക ആയിഷ ബീവിയും മാത്രമേ ഇവിടെ ഉള്ളൂ, അസ്മയും മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തും പറഞ്ഞോളൂ, ഒരു രഹസ്യം വിളിച്ചു വരാൻ പോണില്ല. അപ്പം നബി തങ്ങൾ പറയുകയാണ്, എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, പോകാൻ സമയമായിട്ടുണ്ട്. പിന്നെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹുവിന് ഓർഡർ കൊടുക്കുന്നതും അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ യാത്രക്കുള്ള എല്ലാ പ്രിപ്പറേഷനും എടുക്കുന്നതും. ആ ഹദീസ് അവിടെ സുദീർഘമായ ഒരു ഹദീസ് ബുഖാരിയിൽ മഹാനായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി നോട്ട് ചെയ്യുന്നൊരു സംഗതി, ക്ലവറായിരുന്ന ആയിഷ ബീവി നോട്ട് ചെയ്യുന്ന സംഗതി, അസാധാരണമായ സമയത്താണ് നബി തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ആ യാത്രയിൽ തന്നെ മനസ്സിലായിരുന്നു. അവിടെ നിന്നാണ് അസ്മാ ബീവി പിന്നെ പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതും തൻ്റെ നിത്താക്ക് വലിച്ചു കയറുന്ന സംഭവങ്ങളൊക്കെ ആയിഷ ബീവി ആ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവർ നേരെ പോകുന്നത് നമ്മൾ സാധാരണ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വിരിപ്പിൽ കിടത്തി. സാധാരണ പിന്നെ സൗത്ത് ഭാഗത്തേക്ക്, അവിടെ കാണല്ലോ യമൻ ഭാഗത്തേക്കാണ് നബി തങ്ങൾ പോയത്. ഓർ സൗറിലേക്ക് അവർ പോകുന്നത് യമൻ ഭാഗത്തേക്കാണ്. സത്യത്തിൽ നോർത്ത് ഭാഗത്തേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ അവർ എന്ത് ചെയ്തു, പിന്നെ സൗത്ത് ഭാഗത്തേക്ക് പോയി. എന്നിട്ട് ഓർ സൗർ അത് പിന്നെ നടന്നാണ് പോയത്. അപ്പോൾ ചില സീരിയൽ കാണുമ്പോൾ നബി തങ്ങൾ നടക്കുമ്പോൾ തന്നെ മടമ്പ് ഉപയോഗിച്ച് നടന്നു കാണാൻ പറ്റും. അതായത് തൻ്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവരിനി അവിടെ എത്താതിരിക്കാൻ വേണ്ടി മടമ്പിൽ നടന്നു എന്നൊക്കെ ചിലയിടത്ത് കാണാൻ പറ്റും. എന്നാൽ നബി തങ്ങൾ വളരെ വളരെ സൂക്ഷിച്ചുകൊണ്ട് അവരെന്തായി, ഓർ സൗറിൽ അവരെത്തി. ഓർ സൗറിൽ 3 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. ഈ ഓർ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്ലാനിങ്ങൾ നടത്തുന്നത് അറിയുന്നതാണ്, ഞാനിങ്ങനെ ഓടിച്ചെന്ന് പറയുന്നതെന്ന് മാത്രം. ഓർ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനൊരു ഡ്യൂട്ടി കൊടുത്തു. ആയിഷ ബി ആ മകനെ കുറിച്ച് പറയാം, അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അവർ വളരെ ക്ലവറാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൊടുത്ത ഡ്യൂട്ടി എന്താണ്, രാത്രി ഒന്നും ഇവരെ കൂടെ കിടക്കണം. അതായത് രാത്രി ഓർ സൗറിൽ 3 ദിവസവും അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു അവിടെ കിടന്നിട്ടുണ്ട്. പകലായാൽ എന്ത് ചെയ്യണം, തിരിച്ച് നാട്ടിലേക്ക് പോകണം. അവിടുത്തെ വിവരങ്ങൾ നാട്ടിലൊക്കെ നടന്നൊന്നും അറിയാത്ത പോലെ അവിടെയൊക്കെ നടന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ വിവരങ്ങൾ ശേഖരിക്കണം. നോക്കണം നിങ്ങൾ, അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ആമിർ ഇബ്നു ഫുഹൈറെ, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പണം കൊടുത്ത് മോചിപ്പിച്ച് കൊണ്ടുവന്ന അടിമയാണ് ആമിർ ഇബ്നു ഫുഹൈർ. അദ്ദേഹം മുസ്ലിമാണ്. ആമിർ ഇബ്നു ഫുഹൈറിനെ ഏൽപ്പിച്ച പണി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആട്ടിടയനാണ്. അപ്പോൾ ആട്ടിടയന്മാരെ കൂട്ടത്തിൽ ആടിങ്ങനെ മേയ്ക്കുക,
എന്നിട്ട് പിന്നെ അറിയാതെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുക. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകൾ മായ്ക്കണം. മറ്റൊന്ന് പിന്നെ വിശ്വാസമ തങ്ങൾക്ക് പാല് കൊണ്ടുപോയി കൊടുക്കണം. ഈ രണ്ട് കുട്ടികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം പിന്നെ ഹിജറയിൽ നബ്സാസ്മ തങ്ങളെ അനുഗമിക്കുന്നുണ്ട്. ഹിജറയിൽ ആര്? ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു. ചില ഹദീസ് കാണാൻ പറ്റും, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അർദഫഹു എന്നാണ്, തൻ്റെ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട്, തൻ്റെ ഒട്ടകപ്പുറത്ത് ബാക്കിൽ ഇരുത്തിയിട്ട് അദ്ദേഹത്തെയും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ യാത്രയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി, ഞാനതൊന്നും ദീർഘിപ്പിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരൊറ്റ സംഭവം, ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഉമ്മു മഅബദിൻ്റെ ഹദീസ് റളിയല്ലാഹു അൻഹ. ഉമ്മു മഅബദിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഹിജറയുടെ വേളയിലാണ്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ടെന്റിലേക്ക്, ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു തൻ്റെ ടെന്റിന്റെ മുമ്പിൽ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇതൊക്കെ വിരിച്ചിട്ട്. അതെന്തിനാ ചെയ്യുന്നത്? ഈ മരുഭൂമിയിലൂടെ യാത്രക്കാർ പോകുന്ന സമയത്ത് അവർക്ക് വിശക്കാണെന്നുണ്ടെങ്കിൽ പാല് കുടിക്കാൻ ഇവിടെ വന്നോളൂ, ഞങ്ങൾ പാല് തരാം അല്ലെങ്കിൽ വെള്ളം തരാം എന്നറിയിക്കുന്നൊരു സൂചനയാണ്. അപ്പോൾ അങ്ങനെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് നബി തങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ടെന്റിൽ പോയി വെള്ളം കുടിക്കാന്നുള്ളതിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പോകുന്നത്. പക്ഷെ അപ്പോൾ പറഞ്ഞു, കറവുള്ള ആടുകളെ കയറ്റിയിട്ട് അബൂ മഅബദ് എന്ത് ചെയ്തിട്ടുണ്ട്, തൻ്റെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ഒരു ആടേ ഉള്ളൂ, അതിന് കറവയില്ല. അപ്പോഴാണ് നബി തങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ അകിട് തടവിയിട്ട് അതിൽ പാല് വരുന്നത്. ആ സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ഈ സംഭവം കണ്ട് ഭയങ്കരമായിട്ട് തരിച്ചുപോയി. കാരണം വളരെ ഒരു നബി സല്ലല്ലാഹു തങ്ങളെ ഒരാൾ നേരിട്ട് കണ്ടാൽ തന്നെ ആ ശരീര പിന്നെ ഭംഗിയും ആകാരവും കണ്ടാൽ തന്നെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ഇതൊരു പെണ്ണ് വളരെ അവിചാരിതമായി ഒരു മരുഭൂമിയിൽ വെച്ച് നബി തങ്ങളുടെ ടെന്റിലേക്ക് കയറി വരികയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും തരിച്ചുപോയി എന്ന് മാത്രമല്ല, പിന്നെ നബി തങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ഒന്ന് കറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കറന്നു, പാലെടുത്തിട്ട് നബി തങ്ങൾ ആദ്യം ചെയ്ത പണി എന്തായിരുന്നു നിങ്ങൾ, അത് ഉമ്മു മഅബദിനെ കുടിപ്പിച്ചു എന്നുള്ളതാണ്. മഹതിയായ ഉമ്മു മഅബദിനെ ഫസ്റ്റ് കൊടുത്തു, നിങ്ങൾ കുടിക്കി. ഒരു പെണ്ണിന് അവർ ഫസ്റ്റ് കൊടുത്തു, ആ പെണ്ണിനെ റെസ്പെക്ട് ചെയ്തു. അത് ഉമ്മു മഅബദിനെ വല്ലാതെ ടച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. ഞാനിത് പറയും, ഇത് ചിലപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രാധാന്യം, നമ്മൾ ഈസ്റ്റിൽ താമസിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. ഞാൻ പണ്ട് നമ്മുടെ ടോണി ബ്ലെയറുടെ പിന്നെ സിസ്റ്റർ ഇല്ലോ അവരും ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അവർ ഞങ്ങൾ IUM പഠിക്കുമ്പോൾ അവിടെ മലേഷ്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോക്കിൽ അവർ പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കാം, റഫീഖുൽ ഉസ്താദിന് സമയം കൊടുക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് വരാണ്ടായ പ്രചോദിപ്പിച്ച ഒരുപാട് കാരണങ്ങളിലൊന്ന്, ഞങ്ങൾ ടോണി ബ്ലെയറുടെ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇവർ, പിന്നെ ഈ സിസ്റ്ററിലോ, അവരുടെ പേര് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല, അപ്പോൾ ഫേമസ് ആണ് ആൾ. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഞാൻ പിന്നെ ഇവരുടെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാറ് കാത്തു നിൽക്കുകയാണ്, ഞാനന്ന് പ്രഗ്നൻ്റ് ആണ്, ഒരു ക്യാബ് കാത്തുനിൽക്കുകയാണ്. അപ്പോൾ കാത്തുനിൽക്കുന്ന സമയത്ത് ഞങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന ക്യാബിൽ ഞാൻ ആണുങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ ക്യാബിൽ പോകട്ടെ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചില്ല, ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് ക്യാബിൽ കയറിപ്പോയി. ഞാൻ പിന്നെ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഈസ്റ്റിലുള്ള ആളുകളാണെങ്കിൽ അവർ പെണ്ണുവാണെന്നുണ്ടെങ്കിൽ പെണ്ണിന് ഫസ്റ്റ് ടാക്സി ചെയ്ത് ഓള് പോയിക്കോട്ടെ എന്ന് പറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾക്കിടയിൽ വളരെ ചെറുതായി നിസ്സാരമായി തോന്നുന്നൊരു കാര്യം ഇത് എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നബി തങ്ങൾ ആ ഒരു മരുഭൂമിയിൽ വളരെ പേടിച്ച് യാത്ര ചെയ്യുന്ന വളരെ ക്രിട്ടിക്കൽ മൊമെൻ്റ് ആയിട്ടൊരു സമയത്ത് പോലും ഉമ്മു മഅബദിനെ ആദ്യം കുടിപ്പിക്കുന്നത്, പിന്നെ തൻ്റെ കൂടുതൽ ആളുകൾ കുടിപ്പിച്ചു, അവസാനമാണ് നബി തങ്ങൾ കുടിക്കുന്നത്. കുടിച്ച് അവർ പോയി. പിന്നെയാണ് അബൂ മഅബദ് വീട്ടിൽ കയറി വരുന്നത്. അബൂ മഅബദ് നബി തങ്ങളെ പറ്റി അപ്പോൾ ഈ സംഭവമൊക്കെ പറഞ്ഞിട്ട് ഇതൊരാളോട് പറയണല്ലോ. അപ്പോൾ ഉമ്മു മഅബദ് ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അവരാരാണ് അവരെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. അതിൽ ഉമ്മു മഅബദ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മളെ പഠിച്ച അസജ്ജൽ ഹാജിബൈൻ ഹുൽഹുൽ മന്തിഖ് എന്നൊക്കെ പറഞ്ഞ നബി തങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അത് സുദീർഘമായ ഹദീസാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസിൽ നബി തങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ലോങ്സ്റ്റ് ഹദീസ്, ശ്രദ്ധിക്കണം, നബി തങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള ലോങ്സ്റ്റ് ഹദീസ് അത് ഉമ്മു മഅബദിൻ്റെ ഹദീസാണ്. ആ ഉമ്മു മഅബദ് അവിടെ വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത ഹദീസാണത്. ഇത് കേട്ട് അബൂ മഅബദ് എന്ത് ചെയ്തു, അബൂ മഅബദ് മനസ്സിലായത് നബി തങ്ങളാണ്. അപ്പോൾ അബൂ മഅബദ് അവിടെ വെച്ചൊരു കവിത പാടിയെന്നാണ്. ആ കവിത പിന്നീട് വളരെ ഫേമസ് ആയി. അത് അറബികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഏറ്റുപാടാൻ തുടങ്ങി. ഈ കവിത കേട്ടിട്ടാണ് അസ്മാ ബീവിക്ക് ഇവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടെന്ന് മനസ്സിലായത്. ഈ കവിത ഇവിടെയൊക്കെ ഫേമസ് ആയി. കവിത നിങ്ങൾ പഠിക്കും, ഞാൻ പറയാൻ നേരമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനിടയിൽ നടക്കുന്നുണ്ട്.
സുറാഖയുടെ സംഭവമുണ്ട്. അപ്പം ഞാൻ ഇതിലൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ളൊരു യാത്രയാണ് എന്നും, എന്നാൽ ആ തീരുമാനത്തിൽ തന്നെ തന്നോട് കഴിയുന്നതായിരിക്കുന്ന എല്ലാ പ്രീകോഷനും നബി തങ്ങൾ സ്വീകരിക്കുകയും അതിന് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ഒരു വഴികാട്ടിയെ, അദ്ദേഹം മുസ്ലിമാണോ അല്ലേ, മുസ്ലിം ആയോ അല്ലേ എന്നുള്ള വിഷയത്തിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഇമാം നവവി പറയുന്നത് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല എന്നാണ്. ജസമ ബിഹിൻ നവവി എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞത് മുസ്ലിം. എന്നാൽ ദഹബി അദ്ദേഹത്തെ സ്വഹാബികളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്, പിന്നീട് മുസ്ലിം ആയിട്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്തിന് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് നോക്കിയിട്ട്, അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യം, അതായത് വഴി കാണിച്ചു കൊടുക്കാനുള്ള സാമർത്ഥ്യം, അത് നോക്കി അദ്ദേഹത്തെ ഹെയർ ചെയ്യുകയും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹം വഴി കാണിച്ചു കൊടുക്കുകയും അദ്ദേഹം മദീനെ കാണിച്ചു കൊടുത്തിട്ട് ഇനി ഞങ്ങൾ പോകാൻ പറഞ്ഞത് മദീനയാണ് അതെന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞു. തിരിച്ച് അദ്ദേഹം മക്കയിലേക്ക് വന്നു. അദ്ദേഹം അബ്ദുല്ലാഹിബിനോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് മക്കയിലാണ്, അവർ പോയിട്ടില്ല കൂടെ. അവരോടൊന്ന് വിവരം പറയാണ്, എത്തി, ഞങ്ങളെ മിഷൻ പൂർത്തിയായി. അപ്പോഴാണ് അബ്ദുല്ലാഹിബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് പിന്നെന്ത് ചെയ്യുന്നത്, അവർ മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറാകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിലെ ഇനി ഞാൻ പറയാത്തൊരുപാട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ഇൻസിഡൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഇൻസിഡൻറ്റിലൊക്കെ നമ്മൾ വായിക്കുന്നൊരു സംഗതി, അള്ളാഹുവിൻ്റെ തവക്കലും അവരുടെ സ്പിരിച്വൽ ജേണിയും, അതേപോലെ തന്നെ ഈ ജേണിയിലൂടെ നീളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രൊട്ടക്ട് ചെയ്യുന്നതും, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സുഹൃത്ത് കൂടെ നിൽക്കുന്നതും, ഒരു കരുതലും സ്നേഹവും, നിബിധങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന കരുതലും, ഇങ്ങനെ ഒരുപാട് സംഗതികളെ വായിച്ചെടുക്കുന്ന ഒരു വലിയ യാത്രയാണ് സത്യത്തിൽ ഹിജറ എന്ന് പറയുന്നത്. അപ്പം നമ്മളതിൻ്റെ ഒരു മൈഗ്രേഷൻ ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ കൂടി നമ്മളൊരു കണ്ണ് പോവേണ്ടതുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. ബാക്കി ഇൻഷാ അല്ലാഹ് ഇൻട്രാക്ഷൻ സമയത്ത് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.